സുനിൽ, വന്ദേമാതരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ നടത്തിയ സമരം, പാർലമെന്റിന് പുറത്ത് നടത്തിയ പ്രതിഷേധം, ആ ബില്ലിനെതിരെ നടത്തിയ പ്രതിഷേധം, AICC ആസ്ഥാനത്ത് തന്നെ ഇന്ന് എന്താണ് സംഭവിച്ചത്? അപ്പോൾ അത് വിശദീകരിക്കാൻ പോലും പാർട്ടിക്ക് പറ്റുന്നില്ല അല്ലേ? തീർച്ചയായും കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ് ഇക്കാര്യത്തിൽ. വന്ദേമാതരം ഇന്ന് അതിൻ്റെ മുഴുവൻ ഭാഗവും ഇന്ന് ചെങ്കോട്ടയിൽ ആലപിച്ചു എന്നത് വലിയൊരു രാഷ്ട്രീയ സന്ദേശമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ജവഹർലാൽ നെഹ്റു നടത്തിയത് ചെങ്കോട്ടയിൽ വെച്ചാണ്. അതിന് വലിയ കാര്യമുണ്ട്, അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം എന്തുകൊണ്ടാണ് നെഹ്റു ഈ ചെങ്കോട്ട സ്വാതന്ത്ര്യ സമര പ്രഖ്യാപനത്തിന് തിരഞ്ഞെടുത്തത് എന്നത് നമുക്കറിയാലോ. ഈ ചെങ്കോട്ട നിലനിൽക്കുന്ന പ്രദേശം ഒരുപാട് അഭയാർത്ഥികൾ, അന്ന് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ അന്ന് വിഭജനത്തിൻ്റെ കാലം കൂടിയായിരുന്നു. അപ്പോൾ ഒരുപാട് അഭയാർത്ഥികൾ വന്ന സ്ഥലമായിരുന്നു. മാത്രമല്ല 1857 അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർ അദ്ദേഹം ഒരുപാട് തവണ ബ്രിട്ടീഷ് പട്ടാളത്തെ നേരിട്ട് അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിജയിച്ച ശേഷം മുഗൾ ചക്രവർത്തിയായ ബഹദൂർ സഫർ ഈ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ടാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം പല കാലങ്ങളിലും നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു മതേതര സന്ദേശം നൽകുക എന്നതുകൂടിയായിരുന്നു സ്വാതന്ത്ര്യദിന പ്രഖ്യാപനം ചെങ്കോട്ടയിൽ വെച്ച് നെഹ്റു നടത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ. അപ്പം ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ തന്നെ അതിലൊരു മതേതര സന്ദേശം വളരെ ശക്തമായി നൽകാൻ അന്ന് നെഹ്റു ആയാലും അബുൽ കലാം ആസാദ് ആയാലും ഗാന്ധിജി ആയാലും എല്ലാ സ്വാതന്ത്ര്യ സമര പോരാളികളും അന്ന് നൽകിയിട്ടുണ്ട്. 1937 കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി യോഗത്തിലാണ് വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ സ്റ്റാൻസും പാടുന്നത് അത് ഇന്ത്യയുടെ മതേതര സങ്കല്പത്തിനെതിരാണ് എന്ന ഒരു ആശയം ഉയർന്നു വരികയും അന്ന് അബുൽ കലാം ആസാദൊക്കെയാണ് വലിയ ശക്തമായി വിമർശനം ഉയർത്തിയത്. പിന്നീട് നെഹ്റു ഇക്കാര്യത്തിൽ ടാഗോറിൻ്റെ അഭിപ്രായം തേടുന്നു. അങ്ങനെ രവീന്ദ്രനാഥ് ടാഗോറാണ് അത് എഡിറ്റ് ചെയ്ത് ആദ്യത്തെ 2 സ്റ്റാൻസ് പാടിയാൽ മതി എന്നുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വയ്ക്കുന്നത്. അത് അംഗീകരിച്ചുകൊണ്ടാണ് അന്ന് കോൺഗ്രസ് 1950 വന്ദേ മാതരം 2 സ്റ്റാൻസ് മാത്രം പാടുക എന്നുള്ള ഒരു ദേശഭക്തി ഗാനം, ദേശീയ ഗാനം എന്ന നിലയിൽ അംഗീകരിച്ചു പോരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ കോൺഗ്രസ് എന്നല്ല സർക്കാർ പരിപാടികളിലും ഔദ്യോഗിക പരിപാടികളും ദേശീയ ഗാനത്തിനൊപ്പം വന്ദേ മാതരം പാടുന്നത് 2 സ്റ്റാൻസ് മാത്രമാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ സ്റ്റാൻസും പാടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്തിൻ്റെ അതിൻ്റെ തുടർച്ചയിലാണ് പിന്നീട് ഇപ്പോൾ ഈ പാർലമെൻറ്റിൻ്റെ വർഷകാല സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാർ ഒരു ബില്ല് കൊണ്ടുവന്ന് ദേശീയ ഗാനത്തിൻ്റെ ജനഗണമന പോലെ തന്നെ വന്ദേ മാതരത്തിന് ഒരു സ്റ്റാറ്റസ് നൽകിക്കൊണ്ടുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷം നടക്കുന്ന ആദ്യത്തെ സ്വാതന്ത്ര്യദിന ആഘോഷമാണ് ഇന്ന് രാജ്യത്ത് നടന്നത്. ആ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ ചെങ്കോട്ടയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വന്ദേ മാതരത്തിൻ്റെ മുഴുവൻ സ്റ്റാൻസും ഇന്ന് ചൊല്ലി. തൊട്ട് പിന്നാലെയാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് ഇന്ന് വന്ദേ മാതരം മുഴുവൻ ചൊല്ലിയ സാഹചര്യമുണ്ടായത്. അപ്പോൾ ഇവിടെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളനത്തിൽ വളരെ ശക്തമായി കോൺഗ്രസ് ഈ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട ബില്ല് പാർലമെൻറ്റിൽ വന്നപ്പോൾ അത് ജനഗണമന ദേശീയ ഗാനത്തിൻ്റെ അതേ സ്റ്റാറ്റസ് നൽകാനുള്ള പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ഓഫ് നാഷണൽ ഓണർ ആക്ട് 1971 ഭേദഗതി കൊണ്ടുവന്നപ്പോൾ ശക്തമായി ഈ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് അറിയിച്ചതാണ്. അതിനുശേഷം സ്വാഭാവികമായും കോൺഗ്രസ് ഒരിക്കലും ഒരു 2 സ്റ്റാൻസിനപ്പുറത്ത് വന്ദേ മാതരം മുഴുവനായി ചൊല്ലുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ന് അതല്ല കോൺഗ്രസിൻ്റെ ഡൽഹിയിലെ ആസ്ഥാനത്ത് സംഭവിച്ചത്. അപ്പോൾ ഈ വന്ദേ മാതരം ചൊല്ലി തുടങ്ങി 2ാമത്തെ സ്റ്റാൻസ് കഴിയുമ്പോൾ സോണിയാഗാന്ധി അസ്വസ്ഥയാകുന്നുണ്ട്, രാഹുൽ ഗാന്ധി അസ്വസ്ഥനാകുന്നുണ്ട്, കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അസ്വസ്ഥനാകുന്നുണ്ട്. തൊട്ടു പിന്നാലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മാധ്യമങ്ങളോട് വിശദീകരിച്ചത് ഇങ്ങനെയാണ്: അതായത് ഇവിടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല, കോൺഗ്രസിൻ്റെ നിലപാട് എന്താണ് എന്നത് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ അനാവശ്യ വിവാദം ഉണ്ടാക്കേണ്ട സാഹചര്യമില്ല, ഇവിടെ മുഴുവനായും വന്ദേ മാതരം ചൊല്ലിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് സോണിയാഗാന്ധി നോ സ്റ്റോപ്പ് എന്ന് പറഞ്ഞത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഒരു ചെയർ ചോദിച്ചതാണ് എന്നൊരു അപഹാസ്യമായ മറുപടി കൂടി ജയറാം രമേശ് നൽകിയിരിക്കുകയാണ്. ഏതായാലും കോൺഗ്രസ് അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഒരു പ്രതിസന്ധിയിലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഞാൻ ഈ സാഹചര്യത്തെ കാണുന്നത് വളരെ അപകടകരമായ ഒരു രാഷ്ട്രീയ നീക്കം എന്ന നിലയിലാണ്. നോക്കൂ, ദേശീയ തലത്തിൽ BJP കൊണ്ടുവരുന്ന ഏറ്റവും വലിയൊരു
പൊളിറ്റിക്കൽ വെപ്പണായിട്ടാണ് BJP ഈ വന്ദേ മാതരത്തെ കൊണ്ടുവരുന്നത്. നമുക്കിന്ന് രാജ്യത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പോൾ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന പ്രശ്നങ്ങൾ, പരീക്ഷ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്ന പ്രശ്നം, CJP സമരം, ആ സമരത്തിന് പിന്നാലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിനെതിരെ യുവാക്കളുടെ അമർഷം ആകെ കത്തുന്ന ഒരു സാഹചര്യത്തിലാണ് വന്ദേ മാതരം പോലൊരു ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവരികയും അതിന് പിന്നാലെ ഇപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം മുഴുവനായി ചൊല്ലണം എന്ന ഒരു നിർദ്ദേശം സംസ്ഥാനങ്ങൾക്ക് നൽകുകയും അതിപ്പോൾ സ്വാതന്ത്ര്യ ദിനത്തിൽ വന്ദേ മാതരം മുഴുവനായി ചൊല്ലുന്ന ഒരു രാഷ്ട്രീയ നീക്കം, അത് രാഷ്ട്രീയ നീക്കം തന്നെയാണ്. അത് BJP കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ നടപ്പാക്കുകയും ചെയ്തത്. ഇപ്പോൾ ഇന്ന് കോൺഗ്രസിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളും അത് അംഗീകരിച്ചുകൊണ്ട് വന്ദേ മാതരം മുഴുവൻ സ്റ്റാൻസും ചൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് നേരെ തിരിച്ചാണ് എന്ന് നമ്മൾ ചിന്തിക്കുക. ഇപ്പോൾ കോൺഗ്രസ് മുഴുവൻ സ്റ്റാൻസും ചൊല്ലാത്ത ഒരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന പ്രതിപക്ഷ സംസ്ഥാനങ്ങളിൽ, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ ആസ്ഥാനത്ത് സംഭവിച്ചിരുന്നു എന്ന് കരുതുക. BJP പ്രചരിപ്പിക്കാൻ പോകുന്നത് എന്തായിരിക്കും? BJP പറയുക തീർച്ചയായും ഈ വന്ദേ മാതരം രാജ്യത്തെ അപമാനിച്ചു, വന്ദേ മാതരത്തെ അപമാനിച്ചു എന്ന് തുടങ്ങിയുള്ള പിന്നെ രാഷ്ട്രീയ ക്യാമ്പയിൻ നേരത്തെയൊക്കെ തന്നെ നമ്മൾ കണ്ടതുപോലെയുള്ള രാഷ്ട്രീയ നീക്കം BJP നടത്തും. അപ്പോൾ ഈ ഇരുതല മൂർച്ചയുള്ള വാൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള ഒരു പ്രതിസന്ധിയാണ് തീർച്ചയായും ഈ വിഷയത്തിൽ കോൺഗ്രസ് നേരിടുന്നത്. പക്ഷേ അപ്പോഴും ഒരു ശക്തമായൊരു നിലപാട് സ്വീകരിക്കുക എന്നത് കോൺഗ്രസ് ഇനിയെങ്കിലും പഠിക്കണം എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് നിൽക്കണം. നിങ്ങൾക്ക് തന്ത്രപരമായ ഒരു രാഷ്ട്രീയ സമീപനം അക്കാര്യത്തിലുണ്ട് എങ്കിൽ നിങ്ങൾ ആ തന്ത്രപരമായ രാഷ്ട്രീയ സമീപനത്തിൻ്റെ ഭാഗമായി പാർലമെൻറ്റിലും പുറത്തും മറ്റ് എല്ലാ ഇടങ്ങളിലും ആ ഒരു രാഷ്ട്രീയ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അതല്ല എങ്കിൽ നിങ്ങൾ ശക്തമായി എതിർത്ത് മുന്നോട്ട് പോകാനുള്ളൊരു നിലപാട് സ്വീകരിക്കണം. ഇപ്പോൾ കേരളത്തിൽ വന്ദേ മാതരം ചൊല്ലിയിട്ടില്ല, മുഴുവൻ സ്റ്റാൻസും ചൊല്ലണം എന്നുള്ളൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇവിടെ കേരളത്തിൽ മുഴുവൻ ഭാഗവും ചൊല്ലാതെയുള്ള തീരുമാനമാണ് ഇവിടുത്തെ സർക്കാർ എടുത്തത്. അതേസമയം പൂർണ്ണമായി ഒഴിവാക്കി. അതേസമയം മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഇപ്പോൾ കർണാടകത്തിലാണെങ്കിൽ, അതുപോലെ തന്നെ തെലങ്കാനയിലാണെങ്കിൽ, ഹിമാചൽ പ്രദേശിലാണെങ്കിൽ മുഴുവൻ സ്റ്റാൻസും ചൊല്ലുന്ന സാഹചര്യമൊക്കെ തന്നെ ഉണ്ടായി. അപ്പോൾ രണ്ട് നിലപാടുണ്ട്. മാത്രമല്ല ഇപ്പോൾ മുഴുവൻ സ്റ്റാൻസും ചൊല്ലാനുള്ള ഒരു തീരുമാനം എടുത്തു. അപ്പോൾ സേവാദളിൻ്റെ തലയിൽ ഇത് ചാരുന്നതിന് പകരം ഇത് ചൊല്ലിക്കഴിഞ്ഞപ്പോഴാണ് സോണിയാഗാന്ധി അറിയുന്നത്, രാഹുൽ ഗാന്ധി അറിയുന്നത്, മല്ലികാർജ്ജുൻ ഖാർഗെ അറിയുന്നത്. പക്ഷേ ജയറാം രമേശിൻ്റെ വാക്ക് കേൾക്കുമ്പോൾ അദ്ദേഹം ഇത് മുൻകൂട്ടി അറിഞ്ഞ പോലെയാണ് പ്രതികരിക്കുന്നത്. ഇതിൽ കുഴപ്പമില്ല, ഇത് വിവാദമാക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായമാണ് ജയറാം രമേശിന്റെ ഭാഗത്തുനിന്ന്. നോക്കൂ, ഇത് ഈ ഒരു കേസിനെ കോൺഗ്രസ് പേടിക്കുന്നു. അവിടെയാണ് പ്രശ്നം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കേസിനെ കോൺഗ്രസ് ഭയപ്പെടുന്നു. നിങ്ങൾ ഒരു നിയമം കൊണ്ടുവന്നു. ആ നിയമം രാജ്യത്തെ ജനങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നിരിക്കെ ആ നിയമം നിങ്ങൾ ലംഘിച്ചാൽ നിങ്ങൾ ജയിലിൽ പോകുമെങ്കിൽ ജയിലിൽ പോകണമായിരുന്നു. അങ്ങനെയുള്ള പ്രതിരോധം നടത്തിയാണ് ഇന്ത്യ സ്വതന്ത്രയായത്. അങ്ങനെയുള്ള സമരം നടത്തിയിട്ടാണ്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ എങ്ങനെയാണ് കോൺഗ്രസ് സമരം നടത്തിയത്? ബ്രിട്ടീഷുകാർക്കെതിരെ സർദാർ പട്ടേലും നെഹ്റുവും ഗാന്ധിയും അബുൽ കലാം ആസാദും അതുപോലെയുള്ള എല്ലാ സ്വാതന്ത്ര്യ സമര സേനാനികളും നടത്തിയ പോരാട്ടമുണ്ടല്ലോ. ആ പോരാട്ടം നിയമത്തെ അംഗീകരിക്കലായിരുന്നില്ലല്ലോ, നിയമത്തിനെതിരെയുള്ള സമരമായിരുന്നു, നിയമത്തിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. ഭഗത് സിംഗ് പാർലമെൻറ്റിലേക്ക് കയറി. ഈ ഡൽഹിയിലെ ജുമാ മസ്ജിദിന് സമീപത്തുള്ള ഒരു ഗലിയിൽ രഹസ്യമായി താമസിച്ചുകൊണ്ടാണ് ഭഗത് സിംഗ് പിന്നീട് പാർലമെൻറ്റിലേക്ക് വന്ന് അവിടെ ബോംബ് എറിയുന്നത്. അപ്പം ഇതൊക്കെ അന്ന് ബ്രിട്ടീഷ് നിയമത്തിനെതിരെയുള്ള വലിയ പോരാട്ടമായിരുന്നു. ഇന്ത്യ സ്വതന്ത്രയായി. ഇപ്പോൾ ഇവിടെ കരിനിയമങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് ആ നിലയിൽ എതിർത്ത് മുന്നോട്ട് പോകാനുള്ള രാഷ്ട്രീയ വിവേകവും രാഷ്ട്രീയ ധാർമ്മികതയും രാഷ്ട്രീയ ധൈര്യവും കോൺഗ്രസിനുണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ട് നിലപാട് കോൺഗ്രസ് സ്വീകരിക്കരുത് എന്നുള്ളതാണ്. ഒന്നില്ലെങ്കിൽ നിങ്ങൾ വന്ദേ മാതരം മുഴുവനായി ചൊല്ലാനുള്ള തീരുമാനം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾ രണ്ട് സ്റ്റാൻസ് മാത്രമേ പാടുകയുള്ളൂ, ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന് ഉറക്കെ വ്യക്തമാക്കിക്കൊണ്ട് ആ നിലപാടുമായി മുന്നോട്ട് പോവുക, എല്ലായിടത്തും അത് പാലിക്കുക എന്നാണ്. അപ്പോൾ രണ്ട് തോണിയിൽ കാലിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം കോൺഗ്രസ് അവസാനിപ്പിക്കണം എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. ഏതായാലും കോൺഗ്രസ് വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെട്ടിലാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. Meet the editors.